നമസ്കാരം. നായ കടിച്ചുള്ള കേസുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ റാബീസ് മരണങ്ങളും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പറഞ്ഞത് പൊതുവഴികൾ മനുഷ്യർക്കുള്ളതാണ്. പൊതുസ്ഥാപനങ്ങളുടെ അടുത്ത് നിന്നും തെരുവ് നായകളെ അകറ്റി നിർത്തണം. ഒപ്പം മൃഗങ്ങളുടെ ജീവനും സംരക്ഷിക്കണം. അപ്പോൾ പൊതുവഴികളും നിരത്തുകളും പൊതുസ്ഥലങ്ങളും മനുഷ്യർക്ക് സുരക്ഷിതമായി ഉപയോഗിക്കാനുള്ള അവകാശമുണ്ട്. എന്നാൽ അത് മൃഗങ്ങൾക്ക് എതിരല്ലതാനും. UDHRന്റെ ആർട്ടിക്കിൾ 13 എല്ലാവർക്കും തടസ്സങ്ങളില്ലാതെ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ അവകാശം നൽകുന്നുണ്ട്. അതായത് വീട്ടിൽ നിന്ന് പടിയിറങ്ങാനുള്ള ഭയം, നമുക്കിപ്പോൾ എവിടെയെങ്കിലും പോകേണ്ടി വരുമല്ലോ, അല്ലെങ്കിൽ സ്കൂളിലേക്കോ മറ്റോ പുറത്തേക്ക് പോകാനുള്ള ഭയം ഉണ്ടാകുന്നുവെങ്കിൽ ഈ അവകാശം ലംഘിക്കപ്പെടുന്നു എന്ന് അർത്ഥം. അപ്പോൾ നായകളെ കൊല്ലാൻ ഒരു നിയമവും അനുവദിക്കുന്നില്ല. അതിനാൽ നായകൾക്കുള്ള നിയന്ത്രണമാണ് പരിഹാരം. എന്നാൽ ഭാവിയിൽ തെരുവ് നായകളുടെ ആവശ്യമുണ്ടോ എന്നും കൂടി പരിശോധിക്കുന്നത് നല്ലതാണ്. കാരണം തെരുവ് നായകൾക്ക് ഫീഡിംഗ് സ്റ്റേഷൻ ഇല്ല എങ്കിൽ എവിടെ നിന്ന് ഭക്ഷണം കിട്ടും? ഇന്ന് ക്ലീൻ കേരള പദ്ധതിയിൽ മാലിന്യങ്ങളൊന്നും വലിച്ചെറിയാത്ത കേരളത്തിൽ തെരുവ് നായകൾക്ക് ആഹരിക്കാൻ ഒന്നും കിട്ടാത്ത സ്ഥിതിയാണ്. അപ്പോൾ കേരളത്തിലെ പൊതുജീവിതം ഏറെ മാറിയിട്ടുള്ളതിനാൽ ജനങ്ങളെ ആശ്രയിച്ച് ഇത്തരം നായകളെ സംരക്ഷിക്കാനും പരിപാലിക്കാനും പറ്റില്ല. ഭക്ഷണം കിട്ടാതിരിക്കുമ്പോഴാണ് നായകൾ അക്രമകാരികളാവുന്നത്. പല വികസിത രാജ്യങ്ങളിലും തെരുവിൽ അലഞ്ഞു തിരിയുന്ന നായകളെയോ പൂച്ചകളെയോ കാണാൻ സാധിക്കുകയില്ല. അവിടെയെല്ലാം മനുഷ്യാവകാശം മുൻനിർത്തി നിയമപ്രകാരം വളർത്തുന്നവ മാത്രം. അപ്പോൾ പട്ടി സ്നേഹമാവാം, എന്നാൽ തെരുവിൽ അലഞ്ഞു നടക്കുന്നവ ഒരുപാട് അപകടങ്ങൾ, മരണങ്ങൾ, ജീവിതകാലം മുഴുവൻ കിടപ്പിലാക്കുക എന്നീ അവസ്ഥയ്ക്ക് കാരണമാകുന്നില്ലേ? അതുകൊണ്ട് തെരുവ് നായകളെ നമുക്ക് ഇനിയും ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവയെ തെരുവിൽ വിട്ടതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഗുണവും നമുക്കില്ല. അതിനാൽ അവയെ ഷണ്ഡീകരിച്ചും മറ്റും ശാസ്ത്രീയമായ നിയന്ത്രണങ്ങൾ കൊണ്ടും മെല്ലെ മെല്ലെ ഒഴിവാക്കുക. താല്പര്യമുള്ളവർക്ക് നിയമപ്രകാരമുള്ള നായ വളർത്തലിന് പ്രോത്സാഹനം നൽകുകയും ചെയ്യാമല്ലോ.